ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ക്ലിപ്സ് ഒരു അൺഫിൽറ്റേഡ് വേർഷൻ ഓഫ് അവർ സൺഡേ ആണ്. അതായത് പച്ചയായ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതുവരെ ഇട്ട ഷോർട്സിലൊന്നും ഞാൻ എന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് അതാവട്ടെ അല്ലേ. എൻ്റെ ചാനൽ നെയിമിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ എൻ്റെ പേര് റോസ്ന. ഹസ്ബൻഡായിട്ട് UAE സെറ്റിൽഡ് ആണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനെന്ന് പ്ലാൻ ചെയ്ത മുതൽ മനസ്സിലുറപ്പിച്ച ഒരു കാര്യമാണ്, ഒരു എക്സ്ട്രീം ആർട്ടിഫിഷ്യാലിറ്റിയോ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനല്ലാത്ത എന്നെയോ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനെയോ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യില്ല എന്നുള്ളത്. ഞാനും ഹസ്ബൻഡും പഠിച്ചതും വളർന്നതൊക്കെ കേരളത്തിലാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് UAE വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. പക്ഷെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, അതായത് ഒരു ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 to 7 മന്ത് ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും 1 year ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. രണ്ടാളും വർക്കിംഗ് ആയതുകൊണ്ടും അതുപോലെ തന്നെ കരിയർ ബിൽഡ് ചെയ്യുന്നൊരു സ്റ്റേജ് ആയതുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ രണ്ടാൾക്കും 2 എമിറേറ്റ്സിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കേണ്ടി വന്നു. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ഫൈനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്. ഇവിടെ വന്നിട്ട് അക്കൗണ്ടൻ്റായിട്ട് 3 years ആയി ജോബ് ചെയ്യുന്നു. 2 years ആയിട്ട് വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഞാനൊരു ഫുൾ ടൈം ഹൗസ് വൈഫായിട്ട് സെറ്റിൽ ചെയ്തു എന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു ബ്രേക്ക് വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടെടുത്തതാണ് കേട്ടോ. അല്ലാതെ UAE എന്തായാലും ഇത്രയും നല്ലൊരു ജോബും ഇത്രയും നല്ലൊരു സാലറി ആരും വേണ്ടാന്ന് വെക്കില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു 3 months കൂടിയിട്ട് പുതിയൊരു ജോബിലേക്ക് കയറാനാണ് എൻ്റെ പ്ലാൻ. അതിനിടയിൽ എന്തായാലും നാട്ടിലേക്കൊന്ന് പോകാൻ കൂടി പ്ലാനുണ്ട്. ഈ ഒരു ബ്രേക്ക് എനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ മന്ത് എൻഡ് പ്രഷറും നോർമൽ ഓഡിറ്റിംഗ് ടൈമിലുണ്ടായിരുന്ന പ്രഷർ എത്രത്തോളാന്നുള്ളത്. എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യാത്തൊരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഷറിൻ്റെ കൂടെ ഒരു 100% എക്സ്ട്രാ പ്രഷർ കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും ചെയ്തു തീരാത്ത ജോബും 8 hours ഡ്യൂട്ടി പ്ലസ് 2 hours ട്രാവലിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഫ്രഷപ്പായിട്ട് നേരെ പിന്നെയും ലാപ്ടോപ്പ് എടുത്ത് 1 AM അല്ലെങ്കിൽ 2 AM വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്ത എല്ലാവരും ഇവിടെ എന്തായാലും ഈ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇൻഷാ അല്ലാഹ് എനിക്കായിരുന്ന കമ്പനിയിൽ കുറച്ച് എൻ്റെ റിക്വയർമെൻറ്റ്സും പ്രിഫറൻസും നോക്കിയിട്ടേ ഞാനത് ചൂസ് ചെയ്യുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ കമ്പനിയിൽ എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടോയെന്നോ അതിൻ്റെ ഇടയിൽ എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി എന്തായാലും എനിക്കൊരു ഏർണിങ്സ് വേണമെന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊരു കരിയർ ബിൽഡ് ചെയ്യുന്നുള്ളതും എനിക്ക് നിർബന്ധമായിരുന്നു. എന്തായാലും ഒരു പെർഫെക്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. എല്ലാവരും പറയാറില്ലേ, ചില ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്താൽ മാത്രമേ ചില നല്ല ചാപ്റ്റേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. എൻ്റെ ഹസ്ബൻഡ് QC എഞ്ചിനീയറായിട്ട് അജ്മാനിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കിസൈസിലാണ്, ദുബായിൽ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ആ ട്രാൻസ്പോർട്ടേഷനും ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്ക് ലോഡിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷനും കൂടി എത്തിക്കാവുന്ന ടൈമിൽ എത്ര ഡിസ്റ്റർബ്ഡ് ആവും മൈൻഡ് എന്നുള്ളത്. ഞാൻ എൻ്റെ സ്ട്രഗിൾസ് മാത്രം പറയുമ്പോൾ ഇതിലേറെ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. ആൾ 24 hours കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത ടൈം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഉറങ്ങേണ്ട സമയത്തോ നമ്മൾ തിന്നേണ്ട സമയത്തോ കുടിക്കേണ്ട സമയത്തോ നമുക്ക് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് കിട്ടാതെ 24 hours ഒരു ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. എന്തായാലും അൽഹംദുലില്ലാഹ് ആളിന്നൊരു നല്ലൊരു ജോബിൽ സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് 2 പേർക്കും 2 എക്സ്ട്രീം ക്യാരക്ടറും അതുപോലത്തെ 2 എക്സ്ട്രീം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഇതെങ്ങനെ നമ്മൾ പാർട്ട്നേഴ്സ് ആയിന്ന് തന്നെ. എന്ത് പറഞ്ഞാലും നമുക്ക് രണ്ടാൾക്കും മാച്ചായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കരിയർ എന്നുള്ളത്. രണ്ടാൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതിലുപരി ഒരാൾ അതിന് ഫോക്കസ് ചെയ്യുമ്പോൾ പാർട്ട്ണർ അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത്രയും ഹെക്ടിക് ആയിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ടൈമിങ് കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൂടെ നിൽക്കുന്ന പാർട്ട്ണർ അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് ലേഡീസിന് എത്ര കരിയർ ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു ഫാമിലി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാക്കൗട്ട് അടിക്കാൻ അത്ര മടിക്കാറില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ചോയ്സ് എപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയും ഇല്ല. അവർക്ക് ലൈഫ് ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം.
റിട്ടയർഡ് ആകുന്നവരെ എന്തായാലും ഒരു ഏർണിങ്സ് കുടുംബത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അവർക്കൊരു ബ്രേക്കില്ല. ഞാനിപ്പം കരിയർ ബ്രേക്ക് എടുത്തു. ഞാനിപ്പോൾ 2 മാസം ഏകദേശം ഒരു 2 to 3 months എന്തായാലും എനിക്ക് ബ്രേക്ക് ഉണ്ടാവും. ആ ഒരു ബ്രേക്ക് എന്തായാലും സുഫിയാൻക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ നോക്കാനും ഫാമിലി നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആൾക്കുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഫിലോസഫി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊരിക്കലും ഒരു 50-50 പാർട്ട്നേഴ്സ് അല്ല. ചിലപ്പോൾ ഞാൻ 100% ഹൗസ് വർക്കും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂഫി 0 ആയിരിക്കും. ചില ടൈമിൽ 100% അവനായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അത് രണ്ടാളുടെയും ഡിപ്പെൻഡ്സ് ഓൺ മൂഡ്, അതുപോലെ തന്നെ അന്നത്തെ വർക്ക് ലോഡ്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളുടെ എനർജി ഉണ്ടാവില്ലേ, അതിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ആസ് യൂഷ്വൽ ഞാൻ എൻ്റേതായ ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ് പരിപാടിയിലാണ്. ആൾക്ക് ഞാൻ വാഷിങ്ങും അതുപോലെ തന്നെ ഷൂ ക്ലീനിങ്ങുമായിട്ടുള്ള ടാസ്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് സെറ്റ്. ഇന്നലത്തെ ഒരു ലെഫ്റ്റ് ഓവർ കറിയും അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈയും ചോറും ആയപ്പോൾ ലഞ്ചും സെറ്റ്. ഞങ്ങൾ നോർമലി സൺഡേയ്സ് വളരെ സ്ലോ ആയിട്ട് എടുക്കുന്ന രണ്ടാൾക്കാരാണ്. തോന്നുമ്പോൾ എണീക്കും, പ്രത്യേകിച്ചൊരു പ്ലാനും ഉണ്ടാവില്ല. ഒരു ലഞ്ചും കഴിഞ്ഞ് അനദർ 3 hours റെസ്റ്റ്. സൺഡേയ്സ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ മെല്ലെ ഒന്ന് പുറത്തിറങ്ങും. ഒരു ചായയും സ്നാക്സും തട്ടി നേരെ ഗ്രോസറി ഷോപ്പിംഗ്. ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വീഡിയോ കണ്ട പോലെ എനിക്കൊരു ഫേവറേറ്റ് ടീ സ്പോട്ട് ഉണ്ട്. അവിടുത്തെ കല്ലുമ്മക്കായ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്ക് ഗ്രീൻ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ അതും അതുപോലെ തന്നെ കുഞ്ഞിക്കലത്തപ്പവും കഴിച്ചിട്ടാണ് ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. വെറുതെ ഒന്ന് റൗണ്ട് അടിക്കും, ആവശ്യമുള്ള 2-3 ഐറ്റംസ് എടുത്ത് ഷോപ്പിങ്ങിന് പോയപ്പോൾ എൻ്റെ സിസ്റ്ററെ കൂടി വഴിയിൽ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കുക. അത് കഴിഞ്ഞിട്ട് സ്ഥിരം വെജ് മീൽ, ദോശയും പൂരിയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.